എന്ത് ബിസിനസ് തുടങ്ങും എന്ന ചാനലിലേക്ക് സ്വാഗതം. പലവിധ കാരണങ്ങളാൽ തൊഴിലും വരുമാനവുമൊക്കെ നഷ്ടപ്പെട്ടവർക്ക് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന ചില ചെറിയ ബിസിനസ് ആശയങ്ങൾ അവതരിപ്പിക്കാനാണ് ഇതുവഴി ശ്രമിക്കുന്നത്. എന്ത് ബിസിനസ് തുടങ്ങും എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് എങ്ങനെ ബിസിനസ് വിജയിപ്പിക്കാം എന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ബിസിനസ് അത് എത്ര ചെറുതോ വലുതോ ആവട്ടെ, ഉറപ്പായും സ്ഥിരമായും എക്കാലത്തേക്കും അതിനെ വിജയത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. നമുക്ക് ചുറ്റും അനന്തമായ ബിസിനസ് അവസരങ്ങളുണ്ടെങ്കിലും എന്ത് ബിസിനസ് തുടങ്ങും അഥവാ എനിക്ക് പറ്റിയ ബിസിനസ് എന്താണ് എന്ന ചോദ്യം വലയ്ക്കാത്തവർ കുറയും. ബിസിനസ് അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, ധനികനാവാനുള്ള വലിയ സാധ്യതകൾ അത് നിങ്ങൾക്കായി തുറന്നു തരുന്നു. നിങ്ങൾ ചെയ്യേണ്ടതോ അവസരങ്ങൾ കണ്ണു തുറന്നു കാണുകയും അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നത് മാത്രം. കേരളത്തിലെ ഒറ്റമുറി കടയിൽ നിന്നും ഇന്ത്യയാകെ പടർന്നു പന്തലിച്ച കല്യാൺ, തൃശ്ശൂരിലെ ഒരു ചെറു പട്ടണത്തിൽ നിന്നും ഇന്ത്യയാകെ വളർന്ന മണപ്പുറം ഫിനാൻസ്, ഇത്തരത്തിലുള്ള ബിസിനസ് വളർച്ചയുടെ വിസ്മയ കാഴ്ചകൾ കേരളത്തിൽ തന്നെയും ധാരാളമുണ്ടെന്ന് മറക്കാതിരിക്കുക. ഒരു ഭിക്ഷക്കാരൻ പോലും ഒരു വർഷത്തിൽ എത്ര കണ്ട് സാധനങ്ങളാണ് വാങ്ങുന്നത്? അപ്പോൾ ധനികരുടെ കാര്യമോ? എന്തൊക്കെ സാധനങ്ങളും സേവനങ്ങളുമാണ് അവർക്ക് നിരന്തരം ആവശ്യമായി വരുന്നത്? ഇത്തരത്തിൽ ചിന്തിച്ചാൽ നമുക്ക് ചുറ്റും എന്തെന്ത് ബിസിനസ് അവസരങ്ങളാണ് കണ്ടെത്താനാവുക? ആധുനിക കാലത്തെ സ്റ്റാർട്ടപ്പുകളുടെ കാര്യമെടുക്കുക. അവയിൽ പലതും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് ശരിയായ പരിഹാരവുമായി എത്തിയതാണെന്ന് കാണാം. ഓയോ, സൊമാറ്റോ തുടങ്ങി ഫ്ലിപ്കാർട്ട് വരെയുള്ള കമ്പനികളുടെ പിറവിയും വളർച്ചയും ഇതേ രീതിയിൽ തന്നെയാണ്. ബിസിനസ് നടത്തി വിജയിച്ചവരെയും ഒപ്പം പരാജയപ്പെട്ട നിരവധി പേരെയും നമുക്ക് ചുറ്റും തന്നെ കാണാം. ഈ രണ്ട് കൂട്ടരുടെയും കാര്യമെടുത്താൽ പൊതുവായ ചില കാര്യങ്ങൾ കണ്ടെത്താനാവും. സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മയും പരാജിതരിൽ പൊതുവെ കാണാം. എന്നാൽ വിജയിച്ചവരുടെ കാര്യമെടുത്താലോ, പുതിയ ആശയങ്ങൾ കണ്ടെത്താനും അതിനെ ഉപയോഗപ്പെടുത്താനും അവർ വലിയ മിടുക്ക് കാട്ടിയിട്ടുണ്ടെന്ന് കാണാം. അതുപോലെ ബിസിനസ്സിൻ്റെ വിജയത്തിൽ സംതൃപ്തനായ കസ്റ്റമർക്കുള്ള പങ്കിനെക്കുറിച്ച് അവർ അതീവ ശ്രദ്ധാലുക്കളായിരുന്നു എന്നും കാണാം. ഉറപ്പായും സ്ഥിരമായും എക്കാലത്തേക്കും നിങ്ങളുടെ ബിസിനസ് വളർത്താൻ സഹായിക്കുന്ന ചില ചെറിയ രഹസ്യങ്ങളുണ്ട്. 1. കസ്റ്റമറുടെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ കാണുക. ഇത്തരമൊരു അവസ്ഥയിൽ നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കൂടുതൽ മികച്ചതായി നിങ്ങളുടെ കസ്റ്റമർക്ക് നൽകുക. കസ്റ്റമറെ ആദരവോടെയും പുഞ്ചിരിയോടെയും സ്വീകരിക്കുക. സ്ഥാപനത്തിലെത്തുന്ന കസ്റ്റമറോട് ഇരിക്കാൻ പറയുക. അവരുടെ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കുക. എന്നിങ്ങനെ എന്തെല്ലാമാണ് നിങ്ങൾക്ക് ചെയ്യാനാവുക? ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നിങ്ങളെ തീർത്തും ഗൗനിക്കാതെ അതീവ ഗൗരവത്തോടെ ഇരിക്കുന്ന ഒരാളുള്ള സ്ഥാപനത്തിൽ നിങ്ങൾ വീണ്ടും പോകുന്നുവെങ്കിൽ നിശ്ചയമായും അതൊരു സർക്കാർ സ്ഥാപനമായതുകൊണ്ടും നിങ്ങൾക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടും മാത്രമാവാനാണ് സാധ്യത. 2. കസ്റ്റമറുടെ കാര്യത്തിൽ നിങ്ങൾക്കുള്ള താല്പര്യം കസ്റ്റമറെ ബോധ്യപ്പെടുത്തുക. സ്നേഹം അകത്തുണ്ടായാൽ പോരാ, അത് ബോധ്യപ്പെടുത്തുക തന്നെ വേണമെന്ന് പറയാറില്ലേ? അത്തരമൊരു സമീപനമാണ് കസ്റ്റമറോടും വേണ്ടത്. നിങ്ങളെ സമീപിക്കുന്ന കസ്റ്റമറിൽ നിന്ന് തൽക്കാലം സാമ്പത്തിക നേട്ടമൊന്നുമില്ലെങ്കിലും വളരെ താല്പര്യത്തോടെ മാത്രം കസ്റ്റമറോട് ഇടപെടുക. അയാൾ മറ്റൊരിക്കൽ വലിയൊരു ഡീലുമായി നിങ്ങൾക്കടുത്ത് എത്തിയേക്കാം. സാധനങ്ങളുടെ വിലയെക്കുറിച്ചോ അടുത്തുള്ള വഴിയെക്കുറിച്ചോ ഒക്കെ അന്വേഷിക്കാൻ എത്തുന്നവരോട് ഒരിക്കലും പരുഷമായി സംസാരിക്കാതിരിക്കുക. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ചും അവരുടെ മനസ്സിൽ മതിപ്പുണ്ടാക്കാൻ കിട്ടിയ അവസരമായി ഇത്തരം സന്ദർഭങ്ങളെ ഉപയോഗിക്കണം. 3. നിങ്ങളുടെ മൂഡൌട്ട് നിങ്ങളെ ബിസിനസ്സിൽ നിന്നും ഔട്ടാക്കാതിരിക്കട്ടെ. പലവിധ കാരണങ്ങളാൽ നിങ്ങൾ തികച്ചും മൂഡൌട്ടായിരിക്കുമ്പോഴും നിങ്ങളുടെ കസ്റ്റമറോട് മര്യാദയോടെയും പ്രസന്നതയോടെയും ഇടപെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ തീർത്തും മൂഡൌട്ടായ അവസ്ഥയിൽ സ്ഥാപനം ഒരു ദിവസം അടച്ചിടുന്നത് പോലും സ്ഥിരമായി സ്ഥാപനം അടച്ചുപൂട്ടുന്നതിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചേക്കും. 4. വാഗ്ദാന ലംഘനം ഒരിക്കലും നടത്താതിരിക്കുക. ചീറ്റിംഗ് ബീറ്റിങ്ങിനേക്കാൾ മോശമാണ്. അതിനാൽ കസ്റ്റമർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനായി ഏതറ്റം വരെയും പോവുക. വ്യാജ വാഗ്ദാനങ്ങൾ ഒരിക്കലും നൽകാതിരിക്കുക. നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനായി എത്ര വലിയ നഷ്ടവും സഹിക്കാൻ സന്നദ്ധമാവുക. എന്നാൽ ചിലപ്പോഴെങ്കിലും അപ്രതീക്ഷിത കാരണങ്ങളാൽ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നും വരാം. അത്തരം സാഹചര്യങ്ങളിൽ കാര്യങ്ങൾ കസ്റ്റമറോട് സൗമ്യമായി തുറന്നു പറയാനും ക്ഷമ ചോദിക്കാനും ആവശ്യമെങ്കിൽ മതിയായ നഷ്ടപരിഹാരം നൽകാനും ഒട്ടും മടി കാണിക്കരുത്. എന്നാൽ ഇതൊരു സ്ഥിരം കലാപരിപാടി ആക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. 5. വാക്കുകളിൽ മധുരം നിറയ്ക്കുക. കസ്റ്റമറോട് വിയോജിക്കുമ്പോൾ പോലും നല്ല വാക്ക് ഉപയോഗിക്കാനും സൗമ്യത വിടാതിരിക്കാനും ശ്രദ്ധിക്കുക. കസ്റ്റമറോടുള്ള മോശം പെരുമാറ്റം നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അടിക്കല് തന്നെ ഇളക്കിയേക്കാം.
നിങ്ങൾ നൽകിയ സാധനത്തിലോ സേവനത്തിലോ അതൃപ്തനായി ഒരു കസ്റ്റമർ എത്തുമ്പോൾ അയാൾ അതൃപ്തനായാണ് എത്തുന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക. തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ സൗമ്യമായി പറഞ്ഞ് മനസ്സിലാക്കുക. അതല്ല കസ്റ്റമറുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് അംഗീകരിക്കുകയും എത്രയും പെട്ടെന്ന് പരിഹരിച്ച് നൽകുകയും ചെയ്യുക. 6. സത്യസന്ധതയും വിനയവുമാകട്ടെ നിങ്ങളുടെ ശക്തി. ഒരു സ്ഥാപനത്തിൻ്റെ ദീർഘകാല നിലനിൽപ്പിനെ സഹായിക്കുവാൻ ഇതിലൊരു മികച്ചൊരു ഘടകം ഉണ്ടെന്ന് തോന്നുന്നില്ല. വിശ്വാസം അതല്ലേ എല്ലാം എന്ന പരസ്യവാചകം ഓർക്കുന്നില്ലേ? ഇപ്പറയുന്ന വിശ്വാസം ശരിക്കും ഉണ്ടാവുകയും കസ്റ്റമർ അത് തിരിച്ചറിയുകയും കൂടി ചെയ്താൽ നിങ്ങളുടെ വിജയത്തെ തടുത്തു നിർത്താൻ മറ്റാർക്കും കഴിയില്ല. 7. രോഗം തിരിച്ചറിഞ്ഞ് സത്വര ചികിത്സ നൽകുക. നിങ്ങളുടെ സേവനത്തിൽ നിങ്ങളുടെ കസ്റ്റമർ തൃപ്തരല്ല എങ്കിൽ അവരുടെ അതൃപ്തിയുടെ കാരണം എത്രയും വേഗത്തിൽ കണ്ടെത്തി ഉടൻ പരിഹരിക്കുന്നതിൽ ജാഗ്രത പുലർത്തണം. എന്തെന്നാൽ നിങ്ങളുടെ കസ്റ്റമർ അതൃപ്തരായി എത്ര കൂടുതൽ സമയം തുടരുന്നുവോ അത്ര കണ്ട് ദോഷമാവും അവർ നിങ്ങളുടെ ബിസിനസ്സിനെ ഉണ്ടാക്കി വയ്ക്കുക. നല്ല കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ ആൾക്കാർക്ക് മടിയാണെങ്കിലും മോശം കാര്യങ്ങൾ പറയാൻ പലർക്കും പ്രത്യേക ഉത്സാഹം തന്നെയുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക. ഇത്തരം മോശപ്പെട്ട വാമൊഴി പരസ്യങ്ങൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ എത്ര രൂപയുടെ ഡിജിറ്റൽ പരസ്യം വഴിയും പരിഹരിക്കപ്പെട്ടില്ല എന്നു വരാം. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ നമ്പർ 1 എഡ്യൂക്കേഷണൽ സ്റ്റാർട്ടപ്പ് തലകുത്തി വീണ ചരിത്രം മറക്കാതിരിക്കുക. 8. നന്നാവുക, വീണ്ടും വീണ്ടും നന്നാവുക. നിലവിൽ നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ നിങ്ങൾ കുറ്റമറ്റ സേവനമാവാം നൽകുന്നത്. എന്നാൽ നിങ്ങളുടെ സേവനത്തിൻ്റെ ക്വാളിറ്റി ഓരോ സെക്കൻഡിലും ഇനിയും എത്ര ഉയർത്താമെന്ന കാര്യത്തിൽ നിതാന്ത ജാഗ്രത പാലിക്കുക. അങ്ങനെയെങ്കിൽ എത്ര വലിയ എതിരാളി നിങ്ങളുമായി മത്സരത്തിനെത്തിയാലും ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല. നന്നായി നടക്കുന്ന ഒരു ആശുപത്രിയിൽ രോഗികൾ ഡോക്ടറെ കാണാനായി അധിക സമയം കാത്തിരിക്കുന്നത് എങ്ങനെ ഒഴിവാക്കാമെന്ന് ചിന്തിക്കാം. അതുപോലെ നല്ല തിരക്കുള്ള സൂപ്പർ മാർക്കറ്റിൽ ബില്ലിങ്ങിനായി കസ്റ്റമർക്ക് അധിക നേരം കാത്തു നിൽക്കേണ്ടി വരുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നും ചിന്തിക്കാം. 9. പരസ്യത്തിൽ തെളിയേണ്ടത് നിങ്ങൾക്ക് മാത്രമുള്ള നല്ല പ്രത്യേകത ആവണം. എതിരാളിക്ക് നൽകാനാവാത്ത എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്കുള്ളതെന്ന് കണ്ടെത്തുക. അതിനെ ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കുന്നതാവണം നിങ്ങളുടെ പരസ്യങ്ങൾ. അത്തരമൊരു മേന്മ നിങ്ങൾക്കില്ലെങ്കിൽ നിശ്ചയമായും ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കണം. അത് വിലക്കുറവാവാം, മികച്ച വിൽപ്പനാനന്തര സേവനമാവാം, എന്തിന് നല്ല പെരുമാറ്റം പോലുമാവാം. ചില പ്രമുഖ സൂപ്പർ മാർക്കറ്റുകളിൽ പഞ്ചസാര പോലുള്ള നിത്യോപയോഗ സാധനങ്ങൾ മാർക്കറ്റ് വിലയിലും കുറച്ച് വിൽക്കുകയും അതിന് നല്ല പരസ്യം കൊടുക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഞങ്ങളുടെ നാട്ടിലുള്ള മോട്ടോർ പമ്പ് റിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥാപനം തൽക്കാലത്തേക്ക് മോട്ടോർ പമ്പ് വാടകയ്ക്ക് നൽകുന്ന ബിസിനസ് കൂടി ചെയ്യുന്നതും ഈ ഗണത്തിൽ കൂട്ടാം. 10. സമയം വിലമതിക്കാനാവാത്തതാണ്. ഇത് വേഗതയുടെ യുഗമാണ്. നിങ്ങളുടെ സേവനത്തിനായി കസ്റ്റമർ കാത്തു നിൽക്കേണ്ടി വരുന്നത് ഒഴിവാക്കാനായി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുക. 1 മിനിറ്റിൽ നൽകാവുന്ന സേവനത്തിനായി ഒരിക്കലും 1.5 മിനിറ്റ് എടുക്കാതിരിക്കുക. നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും വാഹനം പാർക്കിംഗ് ഒരു പ്രശ്നം തന്നെയാണ്. അതിനാൽ എവിടെയെങ്കിലും വാഹനം ഒതുക്കി വരുന്ന കസ്റ്റമർ എത്രയും പെട്ടെന്ന് കാര്യം സാധിച്ച് മടങ്ങാനാവും ആഗ്രഹിക്കുക. അപ്പോൾ സെയിൽസിലെ ആൾക്കാരുടെ ഉറക്കം തൂങ്ങി സ്വഭാവം കാരണം കാത്തു നിൽക്കേണ്ടി വരുന്നത് ആരും ഇഷ്ടപ്പെടില്ല. 11. കടുത്ത വാക്കിനുള്ള മറുപടി പുഞ്ചിരി തന്നെയാവണം. നിങ്ങളുടെ സാധനത്തിലോ സേവനത്തിലോ അതൃപ്തനായി പരാതിപ്പെടുന്ന കസ്റ്റമറോട് ഒരിക്കലും തട്ടിക്കയറാതിരിക്കുക. അയാളുടെ പരാതി ന്യായമെങ്കിൽ അത് പരിഹരിക്കാനായി ഏതറ്റം വരെയും പോവുക. ഇത്തരം സന്ദർഭങ്ങളിലെ ചെറിയ വിട്ടുവീഴ്ചകൾ ഭാവിയിലെ വലിയ നേട്ടങ്ങൾക്ക് വഴിവെച്ചേക്കും. 12. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരെയും സ്നേഹിക്കുക. അടുത്തുള്ള ബിസിനസ്സുകാരുമായി കഴിവതും നല്ല ബന്ധം പുലർത്തുക. നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായത്തിന് അവരുടെ പരിചയക്കാർ വലിയ വില കൽപ്പിച്ചേക്കും. 13. നല്ല ഓർമ്മകളെയും ഭാവനകളെയും എപ്പോഴും കൂട്ടുപിടിക്കുക. നിങ്ങൾ തീർത്തും മൂഡ് ഓഫ് ആവുമ്പോൾ വർത്തമാനകാലത്തെ തീർത്തും മറക്കുക. ഭൂതകാലത്തെ നല്ല ഓർമ്മകളെയോ ഭാവിയെക്കുറിച്ചുള്ള നല്ല സ്വപ്നങ്ങളെയോ തൽക്കാലത്തേക്ക് കൂട്ടുപിടിക്കുക. അംബാനിക്കൊപ്പമോ അതുക്കും മേലെയോ നിങ്ങൾ ഒരിക്കൽ എത്തുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. അതുമല്ല, അംബാനിയേക്കാൾ മനസ്സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ അംബാനിയേക്കാൾ ജീവിത വിജയം നേടിയ ആളാണ് എന്ന് അഭിമാനിക്കുന്നതിലും കുഴപ്പമില്ല. എന്തെന്നാൽ മനസ്സമാധാനത്തിലും വലിയ എന്ത് നേട്ടമാണ് ഒരാൾക്ക് ജീവിതത്തിൽ നേടാനുള്ളത്? 14. നിങ്ങളുടെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയുക. നിങ്ങളുടെയും എതിരാളിയുടെയും ശക്തിയും ദൗർബല്യവും നന്നായി തിരിച്ചറിയണം. നിങ്ങളുടെ ശക്തിയെ പരമാവധി പ്രയോജനപ്പെടുത്താനും ദൗർബല്യത്തെ അതിജീവിക്കാനും നിതാന്ത ജാഗ്രത പുലർത്തണം. 15. കസ്റ്റമറെ VIP ആയി കണ്ടാൽ നിങ്ങൾക്കൊരിക്കൽ VVIP ആവാം. സ്ഥാപനത്തിലെത്തുന്ന എല്ലാ കസ്റ്റമർക്കും VIP പരിഗണന നൽകണം.
അവരുടെ വേഷം, രൂപം, പെരുമാറ്റം ഇവ കണ്ടൊന്നും അവരുടെ നിലയും വിലയും അളക്കുക എളുപ്പമല്ല. അപ്പോഴുള്ള എളുപ്പവഴി എല്ലാ ഇടപാടുകാർക്കും VIP പരിഗണന കൊടുക്കുക എന്നതാണ്. അപ്പോൾ സ്ഥാപനത്തിലെത്തുന്ന എല്ലാവരും ഒന്നുപോലെ തൃപ്തരാകുകയും സ്ഥാപനം വളർന്ന് നിങ്ങൾ ഭാവിയിൽ VVIP ആയി മാറുകയും ചെയ്യും. 16. വിലക്കുറവിൻ്റെ ഇമേജ് സൃഷ്ടിക്കുക. ഏതെങ്കിലും ഒരു സാധനമെങ്കിലും ഒരുവിധ ലാഭവും എടുക്കാതെ കസ്റ്റമർക്ക് കൊടുക്കുക. അതിന് നല്ല പരസ്യവും കൊടുക്കണം. ഇതുവഴി വിലക്കുറവിൻ്റെ വലിയ ഇമേജ് സൃഷ്ടിക്കുവാൻ നിങ്ങൾക്കാവും. അങ്ങനെ ബിസിനസ് മുന്നേറ്റത്തിൽ വലിയ നേട്ടമുണ്ടാക്കാനും നിങ്ങൾക്കായിരിക്കും. 17. സാമ്പത്തിക അച്ചടക്കത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച കാട്ടാതിരിക്കുക. ആവശ്യവും ആർഭാടവും തമ്മിലുള്ള വേർതിരിവ് തിരിച്ചറിയുക തന്നെ വേണം. 18. നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ കുഞ്ഞാണ്. ഏത് ഉറക്കത്തിലും ഒരു കണ്ണ് അതിനുമേൽ ഉണ്ടാവണം. സ്ഥാപനത്തിൻ്റെ നയങ്ങളിലും നടത്തിപ്പിലും നിങ്ങളുടെ കയ്യൊപ്പ് ഉറപ്പാക്കുക തന്നെ വേണം. 19. അഴിമതിക്ക് കൂട്ടുനിൽക്കണ്ട. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അധികാരികളുമായുള്ള അനാവശ്യ സംഘർഷങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാവും ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യുക. 20. നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയാത്ത ബിസിനസ് ഒരിക്കലും തുടങ്ങരുത്. എന്തെന്നാൽ ബിസിനസ്സിനോടുള്ള നിങ്ങളുടെ സ്നേഹവും താല്പര്യവും ബിസിനസ്സിൻ്റെ വളർച്ചയിൽ വലിയ സ്വാധീനമാവും ചെലുത്തുക. ചെറിയ കാര്യങ്ങൾ മാത്രമുള്ള പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.